ഈ പ്രാക്ടീസ് ഡൽഹിയിലാണ് തുടങ്ങിയത്. അതായത് RSS ഈ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ സമയത്ത് ഒത്തിരി രാഷ്ട്രീയ വിശകലനം നടത്തുന്നവർ ടെലിവിഷൻ ചാനലിൽ ഇരുന്ന് സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ വിദഗ്ധരായിരുന്നു. അവരൊക്കെ പിന്നീട് മനസ്സിലായി അവരൊക്കെ RSS ആണ്. അതുപോലെ തന്നെ നാട്ടിൽ 2-3 വളരെ യങ്ങായിട്ട് വളരെ നല്ലതായിട്ട് സംസാരിക്കുന്ന, ആരോ പറഞ്ഞ പോലെ ചതുര വടിവിൽ സംസാരിക്കുന്ന കുറെ പേരെ BJP ഇറക്കിയിട്ടുണ്ട്. അവരെയും, പക്ഷെ അവരെ വലതു നിരീക്ഷകരെന്നും BJP നിരീക്ഷകരെന്നും അല്ല പറയുന്നത്, അവരെ വെറും രാഷ്ട്രീയ നിരീക്ഷകരാണ് എന്നാണ് പറയുന്നത്. എന്താണ് അവരുടെ രാഷ്ട്രീയം, എന്താണ് അവരുടെ നിരീക്ഷണം എന്ന് അവർ വാ തുറക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ ഇത് ചാനലുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ദൗർഭാഗ്യമാണ് നമുക്ക് കാണാനുള്ളത്. അവിടെയാണ് പറഞ്ഞ പോലെ അവിടെയാണ് പ്രശ്നം. ഇതൊക്കെ വിഴുങ്ങുന്ന ചാനൽ മേധാവികളാണോ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്? അതിന് ജേർണലിസം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ അറിഞ്ഞു ഇത് ജേർണലിസം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പൊ CPM-ൽ മാർക്സിസത്തിൽ പിടിപാടുള്ള ഒരു വക്താവ് അവിടെ വന്നിരിക്കാറുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ഏതെങ്കിലും എല്ലാം രാഷ്ട്രീയ ചർച്ചയ്ക്ക് മാർക്സിസം ലെനിനിസം, CPM വിശ്വസിക്കുന്ന മാർക്സിസം ലെനിനിസത്തിൽ വേണ്ട മിനിമം അറിവും അത് ഉപയോഗിക്കാനുള്ള കഴിവുമുള്ള എത്ര നേതാക്കളുണ്ട്? അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്നവരെല്ലാം CPM-ന്റെ, അതാണ് ഞാൻ പറയുന്നത്, ഇത് പാർട്ടീസമാണ്, മാർക്സിസം അല്ല ഇവർ കൊണ്ടു നടക്കുന്നത് പാർട്ടീസമാണ്. പാർട്ടിയുടെ അതാത് കാലത്തുള്ള എന്തിനേയും ന്യായീകരിക്കാനും സാധൂകരിക്കാനും പറ്റുന്ന കുറെ ശബ്ദവും ഉച്ചയും അല്ലെങ്കിൽ പ്രാഗൽഭ്യവുമുള്ള, ഉറക്കെ വിളിച്ചു പറയാൻ കഴിയുന്ന, നാണം കുറവായ, നാണിക്കാൻ കഴിയാത്ത വിധം മോശമായ സ്ഥിരം ചരക്കുകളെ, സ്ഥിരം അവതാരങ്ങളെ തങ്ങളുടെ രക്ഷകരായി കാണുന്ന പാർട്ടിയും ഇതിന് പൈസ കൊടുക്കാതെ ഇവരെ കൊണ്ട് പറയിച്ച് പണമുണ്ടാക്കാൻ നടക്കുന്ന കുടിൽ വ്യവസായികളും, മാതൃഭൂമി, മനോരമ തുടങ്ങി ഏഷ്യാനെറ്റിനെയും ഞാൻ കുടിൽ വ്യവസായമായിട്ടാണ് കേരളത്തിൽ കാണുന്നത്. ഇവർ കൂടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സംസ്കാരം, ഒരു അധമ സംസ്കാരം, അതിൽ കേരളത്തിന്റെ ജനത, കേരളത്തിന്റെ പുരോഗമനാത്മകമായ നവോത്ഥാന ശക്തികളുടെ, ഇതിൽ സാക്ഷരതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ജനതയ്ക്ക് നാണക്കേടാണ് ഈ രാഷ്ട്രീയ സംസ്കാരവും ഈ മാധ്യമ സംസ്കാരവും. അത് പറയേണ്ട സമയം എന്നെ വൈകിയിരിക്കുന്നു. ഞാൻ അതിൽ കുളിച്ചു വന്നവനാണ്, ഇതുകൊണ്ട് ഞാൻ അത് പറയുകയാണ്. എനിക്ക് ചിരിയാണ് വരുന്നത്. ഒന്ന് വളരെ കൃത്യമാണ്. ഈ നിരീക്ഷകർ എന്ന് പറഞ്ഞ് രാഷ്ട്രീയ അല്ലെങ്കിൽ പല പാർട്ടികളുടെ വക്താക്കളുടെ ഇടയിൽ ഇരുന്ന് കളിക്കുന്ന ആൾക്കാർ മരീചന്മാരാണെന്നും അവർക്കും കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്നും അവർ ഇത് ചാനലുകളുടെ ഒരു കളിയാണെന്നും ഇവരെയൊക്കെ വെച്ചുള്ള ഒരു പൊതു വ്യവസായമാണെന്നും ജനങ്ങൾ അറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതാണ് എനിക്ക് ഒക്കെ കൂടി നമ്മളോട് പറയുന്നത് അതാണ്.